വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ഒരു സ്മോൾ കളക്ഷൻ ഓഫ് പെർഫ്യൂംസ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ലൈക്ക് അതിലൊത്തിരി ഒന്നുമില്ല, എന്നാൽ ഒരു 2-3 ആൻഡ് മെയിനായിട്ട് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നതും അതേപോലെ തന്നെ ഞാൻ ഇങ്ങനെ ഒക്കേഷണലി യൂസ് ചെയ്യുന്നതുമായിട്ട് ഒരു 5 പെർഫ്യൂമാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് വൺ വന്നിട്ടുണ്ടെങ്കിൽ പ്ലമ്മിൻ്റെ ബോഡി മിസ്റ്റാണ്, വാനില വൈബ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് എനിക്ക് തോന്നുന്നു ഇതെല്ലാവർക്കും ഉണ്ടാകുന്നൊരു മസ്റ്റായിട്ടുള്ളൊരു ബോഡി മിസ്റ്റാണ് ഇത്. കാരണം ഞാൻ കുറേ ഇൻഫ്ലുവൻസേഴ്സും അല്ലാണ്ട് കുറേ പേര് ഈ ഒരു ഫ്രാഗ്രൻസ് ഒരു ബോഡി മിസ്റ്റ് യൂസ് ചെയ്യുന്ന ഞാൻ കുറേ പേര് ഇതിന് റിവ്യൂ ഇടുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഇതൊരു ന്യൂ വൺ ആയിരിക്കും, എനിക്ക് എല്ലാവർക്കും ഫെമിലർ ആയിട്ടുള്ള ഒരു സംഭവമാണിത്, ഈ ഒരു ബോഡി മിസ്റ്റ്. ഇതിപ്പം എന്നെടുക്കുന്ന ഇതിൻ്റെ ടോപ്പ് കാണണ്ടായിപ്പോയി. കാരണം നിങ്ങൾക്കറിയാം, ലൈക്ക് ഇത് ഇത്ര കൂടി കുറച്ചുകൂടി ബാക്കിയുള്ള ഓൾമോസ്റ്റ് ഇത് ഫിനിഷായി. ഇത് ഒന്നാമത്തെ സെക്കൻഡ് ബോട്ടിലാണ്. ഇത് എനിക്ക് ലൈക്ക് ഒരു ഓൾ ഡേ അല്ലെങ്കിൽ ഡെയിലി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പ്രേ ആണ്. ലൈക്ക് പ്രത്യേകിച്ച് പറയണ്ട, ഭയങ്കര വാനിലേൻ്റെ ആ ഒരു പ്ലസൻറ്റ് സ്മെല്ലാണ് ഇതിലുള്ളത്. ലൈക്ക് നല്ല സ്മെല്ലാണ്. എനിക്ക് ഒന്നാമത് ഈ സ്മെല്ലിങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുക എന്നത് അറിയില്ല. നമുക്ക് ഫുഡെല്ലാം കഴിച്ചാകുമ്പം ഫുഡ് എങ്ങനെയാണെന്ന് പറയാൻ പിന്നെ അറിയും. ലൈക്ക് ഇപ്പം ബാക്കി എന്തും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് അറിയെങ്കിൽ അത്രയും വീക്കാണ് ഈ ഒരു സ്മെല്ല് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടിയിട്ട്. ഇത് വാനിലയുടെ സ്മെല്ല്, ലൈക്ക് അങ്ങനെ ഇപ്പം പറയാനല്ലാണ്ട് ഇപ്പം നമുക്കിങ്ങനെ എങ്ങനെയാണ് എന്നുള്ള കാര്യം നമുക്ക് സ്മെല്ലൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത്രയും നല്ല സ്മെല്ലാണിത്, ഈ ഒരു വാനില വൈബ്സ് എന്ന് പറയുന്നത് പ്ലമ്മിൻ്റെ. ദാറ്റ്സ് ഇറ്റ് ഗൈസ് അബൌട്ട് ദിസ് വൺ. നെക്സ്റ്റ് ആണ് വന്നിട്ടുണ്ടെങ്കിൽ വിക്ടോറിയ സീക്രട്ടിൻ്റെ ഒരു ബോഡി മിസ്റ്റാണ്. ഇതിൻ്റെ ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത് ബെയർ വാനില കശ്മീരി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതാണ്. ഇറ്റ് ഈസ് സൂപ്പർ, ഒരു ഹെവൻ ലൈക്ക് സ്മെൽ എന്ന് പറയില്ലേ, ശരിക്കും അതുപോലെയാണിത്. കാരണം എന്ന് പറയുമ്പം ഇതിൻ്റെ സ്മെല്ലില്ലേ, വെയിറ്റ്, ഇതിൻ്റെ സ്മെല്ലില്ലേ ലൈക്ക് നല്ലൊരു സ്മെല്ല്. ഈ കർപ്പൂരല്ല, ഈ കർപ്പൂരം അതേപോലെ തന്നെ ഈ ആയുർവേദ ഷോപ്പിനുള്ളിൽ കയറുമ്പോൾ ആ ഒരു സ്മെല്ല്, പിന്നെ ഈ അങ്ങനത്തെ ഒരു സ്മെല്ലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ ആ സ്മെല്ലല്ല ഇത്. ശരിക്കും ചന്ദനത്തിരിയൊക്കെ കത്തിച്ചാൽ നമുക്ക് കിട്ടുന്നൊരു സ്മെല്ല്, അതിൻ്റെ തന്നെ ഒരു അടിപൊളി വേർഷൻ. ഇതിൻ്റെ റേറ്റ് MRP പറയുമ്പം 2499 ആണ്. പക്ഷേ എങ്കിൽ ഇത് എനിക്ക് ഓഫറിൽ കിട്ടിയാണ്. 2499 അല്ല ഞാൻ വാങ്ങിച്ചത്, ഓഫറിൽ കിട്ടിയാണ്. അത്യാവശ്യം പറയുമ്പോൾ വലിയ ഓഫറല്ല, എന്നാലും എനിക്ക് നല്ല ഓഫറിൽ കിട്ടിയ സംഭവമാണിത്. ഞാനിതിപ്പോൾ റീസെൻ്റ്ലി പർച്ചേസ് ചെയ്തതും കൂടിയാണ് കാണാം. അപ്പോൾ ഇത്രയേ ആയിട്ടുള്ളൂ. റേറ്റ് ഞാൻ പറഞ്ഞു, ഇതിൻ്റെ റേറ്റ് പറയുമ്പോൾ MRP പറയുമ്പോൾ 550 ആണ്. ഇതും നല്ല ഓഫറിൽ നമുക്ക് കിട്ടാവുന്നതാണ്. ഇഷ്ടമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്പ്രേ ആണ്. ഇതെൻ്റെ ഡെയിലി യൂസ്, എൻ്റെ ഡെയിലി ലൈഫിൽ ഇതൊരു പാർട്ടാണ്. സീരിയസ്ലി പറയാലോ, ലൈക്ക് രാവിലെ കോളേജ് പോകുമ്പോൾ എനിക്ക് ഈ ഒരു ഫ്രാഗ്രൻസ് ഇല്ലാതെ എനിക്കില്ലേ കോളേജിൽ ഇപ്പോൾ പറ്റാത്ത അവസ്ഥയാണ്. ആ ഒരു കൈൻഡ് ഓഫ് ആണ് എനിക്കിത്. ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് തന്നെ ഓൾമോസ്റ്റ് 1 year എബോവ് ആയിട്ടുണ്ട്. ഇതെൻ്റെ 4th, അതായത് ഞാൻ ഒരു ബോട്ടിൽ യൂസ് ചെയ്തു, രണ്ടാമത്തെ ബോട്ടിൽ യൂസ് ചെയ്തു. ഇത് ഞാനിപ്പോൾ കോംബോ ആയിട്ട് എനിക്ക് ഇങ്ങനൊരു സംഭവം കിട്ടിയതാണ്. ഒന്ന് വാങ്ങിക്കുമ്പോൾ ഒന്ന് ഫ്രീ, അങ്ങനെ എന്തോ കിട്ടിയാണ്. ഇത് ഭയങ്കര എഫോർഡബിൾ ആണ്. പക്ഷേ എങ്കിലുണ്ടല്ല, ഇത് ആ ഒരു റേറ്റിനുണ്ടല്ലോ, ഇത് ഭയങ്കര വേർത്താണ്. വേർത്ത് പറയുമ്പോണ്ടല്ല, ശരിക്കും പറഞ്ഞാൽ അത്രയും ലെസ് ലൈക്ക് പ്രൈസിന് ഇത്രയും നല്ലൊരു ഫ്രാഗ്രൻസ് കിട്ടുക പറയുമ്പം ഇത് ഭയങ്കര അടിപൊളി സംഭവമാണ്. ഇത് ഡ്രസ്ബെറി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ആണ്. ഇത് ഐവറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ്. സീരിയസ്ലി പറയുന്നത് റേറ്റ് പറയുന്നത് 399, 400 ആണ്. അപ്പം എനിക്കിത് രണ്ടും കൂടെ എനിക്ക് ഓർമ്മയില്ല, 400-ന് ഒന്ന് കിട്ടിയത് ബൈ 1 get 1 ഫ്രീ എന്നുള്ള സംഭവത്തിൽ അങ്ങനെ എന്തായാലും കിട്ടുകയാണ്. സീരിയസ്ലി ഗൈസ് ഇത് അടിപൊളിയാണ്. എനിക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടേ അറിയില്ല. കാരണം സൂപ്പർ ഇറ്റ് ഈസ്. നിങ്ങൾ ആരെങ്കിലും വാങ്ങിക്കാൻ ലൈക്ക് അഫോർഡബിൾ ആയിട്ടുള്ള നല്ലൊരു ലൈക്ക് ഫ്രേഗ്രൻസിന് വേണ്ടിയിട്ട് ട്രൈ നോക്കുന്നതാണെങ്കിൽ, ചെക്ക് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്. സീരിയസ്ലി ഇതധികം മൈൽഡല്ല. മൈൽഡായിട്ട് സ്മെല്ല് ചെയ്യുന്നവർക്ക് ഇത് വേണ്ടിയിട്ട് സ്യൂട്ട് ആവില്ല, കാരണം ഇത് അത്ര മൈൽഡല്ല, എന്നാൽ അത്ര സ്ട്രോങ്ങും അല്ല. എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ നെക്സ്റ്റ് വൺ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ലൈക്ക് ഒക്കേഷണലി ഉപയോഗിക്കുന്ന ഒരു ഫ്രേഗ്രൻസ് ആണ്. ലൈക്ക് ഞാൻ ഡെയിലി അങ്ങനെ യൂസ് ചെയ്യാറില്ല. പക്ഷേങ്കിൽ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചൊരു മിസ്റ്റാണ്, സ്പ്രേ ആണ്. സോ ഇത്
സാറേൻ്റെ ആണ്. സാറ ബ്രാൻഡ് നിങ്ങൾക്ക് അറിയായിരിക്കും. അത്യാവശ്യം പ്രൈസി ആണ്, എന്നാൽ ഭയങ്കര പ്രൈസി അല്ല. ഒരു എക്സ്പെൻസീവ് ടു അഫോർഡബിൾ കാറ്റഗറിയിൽ, അഫോർഡബിൾ അല്ല എന്നാലും എക്സ്പെൻസീവും അല്ല, ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു കൈൻഡ് ഓഫ് ബ്രാൻഡാണ് സാറ. അപ്പം സാറേൻ്റെ വൈബ്രൻറ്റ് കാരമൽ എന്ന് പറഞ്ഞൊരു കളക്ഷനിൽ വരുന്നതാണ്. ഇത് നൈറ്റ് കളക്ഷൻസ് ആണ് കേട്ടോ. നൈറ്റ് കളക്ഷൻസിൽ വൈബ്രൻറ്റ് കാരമൽ എന്നാണ് ഇതിൻ്റെ നെയിം. അപ്പം ഐ വിൽ ബി ഷോയിങ് ലൈക്ക് ഭയങ്കര റിച്ച് പാക്കേജിങ് ആണ് ഇതിൻ്റെ. ഭയങ്കര എന്താ പറയുക, അടിപൊളി പാക്കേജിങ് ആണ്. കണ്ടാൽ തന്നെ തിരിയും. വൈബ്രൻറ്റ് കാരമൽ എന്ന് പറഞ്ഞാണ് ഇതിൻ്റെ സ്മെല്ല് പറയുന്നത്. ഇത് കുറച്ച് സ്ട്രോങ് ആണ്. സ്ട്രോങ് ഇൻ ദ സെൻസ് നമുക്ക് ഇങ്ങനെ സ്മെല്ല് ചെയ്യുമ്പോൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് തോന്നും. പക്ഷേ എങ്കിൽ നമ്മൾ സ്പ്രേ ചെയ്തിട്ട് ഇപ്പം ഒരു 1 hour അല്ലെങ്കിൽ ഒരു 1/2 hour കഴിഞ്ഞാൽ ഇത് സ്ട്രോങ് ആയിരിക്കും. ലൈക്ക് അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി കുറഞ്ഞ് ഇൻറ്റൻസിറ്റി പറയുമ്പം ആ ഒരു സ്മെല്ലിൻ്റെ ആ ഒരു പീക്ക്നെസ് കുറഞ്ഞ് വരും. അങ്ങനൊരു സംഭവമാണിത്. ഇത് കുറച്ച് ആ ഒരു ബ്രാൻഡിൻ്റെ രീതിയിൽ ചിന്തിക്കുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആണിത്. പക്ഷെ എന്നാലും നിങ്ങൾ നല്ലൊരു ഫ്രാഗ്രൻസ്, പക്ഷേ അതിൽ കുറച്ച് പ്രൈജർ സൈഡ് നോക്കുന്നതാണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദിസ്. സീരിയസ്ലി ഐ എം ടെല്ലിങ്, യു ക്യാൻ ഗോ ഫോർ ദിസ്. നല്ല ഒരു കാരമൽ, ഒരു ബേൺഡ് ഒരു കാരമലിൻ്റെ ഒരു സ്മെല്ലാണിത്. അതേപോലെ തന്നെ ഇത് നല്ല ഒക്കേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കൈൻഡ് ഓഫ് സ്മെല്ലാണ്. ഭയങ്കര റിച്ച് സ്മെല്ലാണ് ഇതിൻ്റെ. സോ ഇഫ് യു വാണ്ട് ടു ഗോ ഫോർ ദിസ്, ഗോ ഫോർ ദിസ്. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഗൈസ് എൻ്റെ ബോഡി മിസ്റ്റ് ഫ്രേഗ്രൻസ് കളക്ഷനെ പറ്റിയിട്ട്. സോ ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. സോ സ്റ്റേ ട്യൂൺ. ബൈ ബൈ.